അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററിന്റെ പേര് ആൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്, അഥവാ AC എന്ന് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ആൾട്ടർനേറ്റിംഗ് കറന്റ്. നമ്മുടെ ചാപ്റ്റർ നമ്പർ 7 ആണ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റത്തെ ചാപ്റ്ററിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ ഒരു AC ജനറേറ്ററിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. AC ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഏതായിരിക്കും? AC കറണ്ട് ആയിരിക്കും, അഥവാ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിനെ നമ്മൾ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്നുമാണ് നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് EMF എന്നൊക്കെ നമ്മൾ വിളിക്കും. അതിനുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ കറണ്ടുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. AC ഉണ്ട്, DC ഉണ്ട്, അല്ലെ? ഈ രണ്ട് കറണ്ടിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോ DC എന്ന് പറയുന്ന കറണ്ട് ഏതാണ്? ഡയറക്റ്റ് കറണ്ട് ആണ്, അല്ലെ? അപ്പോ ഡയറക്റ്റ് കറണ്ടിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? DC എന്ന് പറയാം. DC അല്ലെങ്കിൽ ഇതിനെ സ്റ്റഡി കറണ്ട് എന്നും വിളിക്കാം, അല്ലെ? സ്റ്റഡി കറണ്ട് എന്നും വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. ഈ DC കറണ്ടിനെ നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ എന്താണ് AC-യും എന്താണ് DC-യും, ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്ററുകളിൽ ഇപ്പൊ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന 3rd ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ഇലക്ട്രിക് കറണ്ട് എന്താണ്, അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഓംസ് ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കറണ്ട് ഏതായിരുന്നു? ഡയറക്റ്റ് കറണ്ട് ആയിരുന്നു. അപ്പൊ എന്താണ് ഡയറക്റ്റ് കറണ്ട്? ഓക്കെ, അപ്പൊ നമുക്കതിനെ ഒരു ചെറിയൊരു പിക്ചറിലൂടെ, ഒരു ഡയഗ്രത്തിലൂടെ എന്ത് ചെയ്യാം? സർക്യൂട്ടിലൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ പണ്ട് ഓംസ് ലോയുടെ സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഓംസ് ലോയുടെ സർക്യൂട്ട് നമ്മൾ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? ഇപ്പോ ഈ കാണുന്നത് ഒരു റെസിസ്റ്റൻസ് ആണ്. ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഇതിന് താഴെ ഞാൻ എന്ത് ചെയ്തു? ഒരു സെല്ലിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെല്ലിനെ ഞാൻ കണക്ട് ചെയ്തു. ഈ സെല്ലിന് ഒരു 5 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സങ്കല്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 2 ohms ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോ 2 ohms റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്ററിലൂടെ 5 വോൾട്ടിൽ നിന്നൊരു സെല്ല്, അല്ല 5 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള സെല്ലിൽ നിന്നും എന്ത് ചെയ്യാണ്? ഒരു കറണ്ട് ഫ്ലോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സെല്ലിൽ നിന്നും ഈ ഫ്ലോ ചെയ്യുന്ന ആ കറണ്ട് ഏത് കറണ്ട് ആയിരിക്കും? AC ആയിരിക്കോ? DC ആയിരിക്കോ? കറണ്ട് ഫ്രം എ സെൽ അല്ലെങ്കിൽ കറണ്ട് ഫ്രം എ ബാറ്ററി എന്ന് പറയുന്നത് ഏതിനുള്ള എക്സാമ്പിൾ ആണ്? അത് ഡയറക്റ്റ് കറണ്ടിനുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് ഡയറക്റ്റ് കറണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ സെല്ലിന്റെ സ്വിച്ച് ഇവിടെ എന്ത് ചെയ്തു? ഓൺ ചെയ്തു. ഓൺ ചെയ്യുന്ന സമയത്ത് ആ സെല്ലിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ആ സെല്ലിൽ നിന്ന് ഒരു കറണ്ട് എന്ത് ചെയ്യാണ്? അതിലൂടെ പാസ് ചെയ്യുന്നു. ആ കറണ്ടിന്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓംസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ കറണ്ട്? ഇതിന്റെ ഫോർമുല, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എത്രയാണ്? 5 വോൾട്ട് ആണ്. അതുപോലെ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? 2 ohms ആണെങ്കിൽ കറണ്ട് ഫ്ലോയിങ് എങ്ങനെയാണ് നമ്മൾ കാണാം? കറണ്ട് ഫ്ലോയിങ് I ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോ ഈ ഇക്വേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് എത്രയാണ്? ഇവിടെ 5 ആണ്. റെസിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? 2.5 ആംപിയർ ആയിരിക്കും, അല്ലെ? അപ്പൊ ഈ കാണുന്ന റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എപ്പോഴും ഈ ഡയറക്ഷനിലല്ലേ ഫ്ലോ ചെയ്യുക? ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്, അല്ലെ? ഓക്കെ, അപ്പൊ ആ ഓർഡറിൽ എന്ത് ചെയ്യും? കറണ്ടിന്റെ ഫ്ലോ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ടാവും? നടക്കുന്നുണ്ടായിരിക്കും. എപ്പോഴും ഒരേ ഡയറക്ഷനിലായിരിക്കും. ആ കറണ്ടിന്റെ വാല്യൂ എപ്പോഴും എത്ര തന്നെയായിരിക്കും? 2.5 ആംപിയർ ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പം കയ്യിൽ വാച്ച് ഉണ്ട്. ആ വാച്ചിൽ നമ്മൾ ടൈം സെക്കൻഡ്സിൽ ഇങ്ങനെ നോട്ട് ചെയ്യാണ്. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്. ഓക്കെ, ആ ടൈമും ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും തമ്മിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും ചെക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ. അപ്പൊ ഇത് ഞാൻ എടുക്കുന്ന ടൈമിന്റെ ആക്സിസ് ആണ്. ഇവിടെ ടൈം എടുത്തു. പിന്നെ ഇവിടെ ഞാൻ എടുക്കുന്നത് ഏതാണ്? നമ്മുടെ കറണ്ട് ആണ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ആ കറണ്ട് ആണ്. അപ്പൊ ടൈം ഞാൻ ഇവിടെ 0, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ് അങ്ങനെ എന്ത് ചെയ്യാണ്? മാർക്ക് ചെയ്യാണ്. കറണ്ട് ഇവിടെ നമുക്ക് ആകെ എത്രയുള്ളത്? 2.5 ആംപിയർ ആണ് വാല്യൂ ഉള്ളത്. ഇത് 2.5 മുകളിലേക്ക് 5 ആംപിയർ, പിന്നെ 7.5 അങ്ങനെ ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ,
അപ്പൊ നമ്മളിവിടെ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഈ സർക്യൂട്ടിന്റെ കേസിൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നോക്കിയേ, സ്റ്റാർട്ടിങ് തൊട്ട് അല്ലെ, പിന്നെ കറണ്ട് എത്രയായിരിക്കും ഉണ്ടാവുക, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു, അപ്പൊ മുതലാണ് നമ്മൾ ടൈം എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും, ഈ 2.5 ആംപിയർ ആ റെസിസ്റ്റൻസിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ 1 സെക്കൻഡ് ആകുമ്പോൾ എത്ര തന്നെയാണ്, 2.5 ആണ്. 2 സെക്കൻഡ് ആകുമ്പോൾ എത്ര തന്നെയാണ്, 2.5 ആണ്. 3 സെക്കൻഡ് ആകുമ്പോൾ എത്ര തന്നെയാണ്, 2.5 ആംപിയർ ആ കറണ്ട് ഫ്ലോ ചെയ്യുക. എത്ര സമയമാണെങ്കിലും ആ റെസിസ്റ്റൻസിലൂടെ ഈ കറണ്ട് 2.5 ആംപിയർ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. കാരണം ഓംസ് ലോ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എത്രയാണ്, 2.5 ആംപിയർ ആണ്. അപ്പൊ ആ കറണ്ടിൽ എന്തില്ല, ഒരു വ്യത്യാസവും വരില്ല. ആ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എല്ലായ്പ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതിന്റെ ഡയറക്ഷനും എപ്പോഴും തന്നെയായിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും കറണ്ട് എന്ത് ചെയ്യുക, ആ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുക. ഓക്കെ, ഈ ഡയറക്ഷനിലായിരിക്കും റെസിസ്റ്ററിലൂടെ കറണ്ട് എപ്പോഴും എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യുക. അതൊക്കെ നമ്മൾ ഈ പോയിന്റ്സിനെ കണക്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ കിട്ടുന്ന ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ശരിയാണല്ലോ. അപ്പൊ നോക്കിയേ, ഈ കറണ്ടിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ സ്റ്റഡി കറണ്ട് എന്ന് വിളിക്കാം. കാരണം ഡയറക്റ്റ് കറണ്ട് എന്നതിന് വിളിക്കാനുള്ള കാരണം ഈ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ടൈമിനനുസരിച്ച് ചേഞ്ച് ആവുന്നില്ല. എപ്പോഴും എന്തായിരിക്കും, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ എന്താണ് ഡയറക്റ്റ് കറണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഇസ് എ കറണ്ട് വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് ഒരു ഗിവൺ സർക്യൂട്ടിലൂടെയുള്ള ഈ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ ഡയറക്ഷനിലോ എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. ഡയറക്ഷൻ എന്തായാലും മാറൂല. ഇനി മാഗ്നിറ്റ്യൂഡിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഇവിടെ ഈ വോൾട്ടേജിനെ മാറ്റണം, അല്ലെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അതൊന്നും ചേഞ്ച് ചെയ്യാത്തൊരു ഫിക്സഡ് കേസ്, ഈ സർക്യൂട്ട് പോലെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കേസാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ എല്ലായ്പ്പോഴും ആ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ എന്തുതന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ഒരു മാറ്റവും വരില്ല. സമയത്തിനനുസരിച്ച് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എങ്കിൽ അത്തരം കറണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഡയറക്റ്റ് കറണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം, കാരണം നിങ്ങൾ ഓൾറെഡി ഡയറക്റ്റ് കറണ്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിലേക്കാണ്. എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്? ഓക്കെ, അതാ ഇതിന്റെ നമ്മൾ വോൾട്ടേജിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിലും സെയിം തന്നെ ആയിരിക്കും കേട്ടോ. വോൾട്ടേജിന്റെ ഗ്രാഫ് ഇവിടെ എപ്പോഴും എത്ര വോൾട്ട് ആണ്, 5 വോൾട്ട്. ദർ ഇസ് നോ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇപ്പം ഈ ഗ്രാഫില് ഈ കറണ്ടിന് പകരം ഇവിടെ വോൾട്ടേജ് എടുത്തിട്ടാണ് വരയ്ക്കുന്നതെങ്കിലോ, അപ്പൊ കറണ്ടിന് പകരം ഞാൻ വോൾട്ടേജ് ആക്കി. ഇപ്പൊ വോൾട്ടേജ് എത്രയാണ് ഇവിടെ, നമ്മുടെ ഗിവൺ സെല്ലിന്റെ വോൾട്ടേജ് 5 ആണ് അല്ലെ. അപ്പൊ എപ്പോഴും വോൾട്ടേജ് തന്നെയായിരിക്കും, 5 വോൾട്ട് ആയിരിക്കും. ആ വോൾട്ടേജിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല. കാര്യം നമ്മൾ ഓൺ ആക്കുമ്പോൾ അതിൽ 5 വോൾട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് കറണ്ട് ആണെങ്കിലും ഡയറക്റ്റ് വോൾട്ടേജ് ആണെങ്കിലും അതിന്റെ ഡയറക്ഷൻ എപ്പോഴെങ്കിലും മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്തായിരിക്കും, ഒരു ഗിവൺ സർക്യൂട്ടിൽ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എ സിയിലേക്ക് പോകാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ അവിടെ മായ്ക്കാണ്. അപ്പൊ നമ്മുടെ ഈ ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മ വേണം, ഇത് ഡയറക്റ്റ് കറണ്ട് സ്ട്രൈറ്റ് ഗ്രാഫാണ്. നമുക്ക് ബോർഡിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഗ്രാഫ് തൽക്കാലം മായ്ക്കാണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇവിടെ ഞാൻ ഈ സെല്ലിനെ മായ്ച്ചിട്ട്, സെല്ലാകുമ്പോൾ ഡയറക്റ്റ് കറണ്ട് അല്ലേ സെല്ലിൽ നിന്ന് കിട്ടുള്ളൂ അല്ലെ, ഡയറക്റ്റ് വോൾട്ടേജ് ആണ് കിട്ടാം, ഡി സി വോൾട്ടേജ് അല്ലെങ്കിൽ ഡി സി കറണ്ട് ആണ് കിട്ടാം. അപ്പൊ ഞാൻ അവിടെ അതിന് പകരം നമ്മൾ എ സി ബാറ്ററി അല്ലെങ്കിൽ എ സി കറണ്ടിനെ വോൾട്ടേജിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാറ്ററി, ഒരു സോഴ്സ് എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ആ ഇതിനെ ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു സിമ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആൾട്ടർനേറ്റിങ്ങിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പൊ അതിവിടെ ഞാൻ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയാണ്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ 5 വോൾട്ടിന്റെ കപ്പാസിറ്റി ഉള്ള ഒരു മീൻസ് എ സി സോഴ്സ് ആണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, സങ്കല്പിക്കാം. ഓക്കെ, അപ്പോ ഇവിടെ എങ്ങനെയായിരിക്കും ഈ കറണ്ട് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യുക, അല്ലെങ്കിൽ ആ വോൾട്ടേജിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, അത് ടൈമിനനുസരിച്ച് അതിന്റെ മാഗ്നിറ്റ്യൂഡിലും ഡയറക്ഷനിലും എന്തെങ്കിലും മാറ്റം വരുമോ, അതോ ഡി സിയെ പോലെ ഇത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി അങ്ങോട്ടേക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ വോൾട്ടേജിന്റെ വാല്യൂ എത്രയാണ്, 5 വോൾട്ട് ആണ് അല്ലെ. അപ്പോ നേരത്തെ നമ്മൾ ഡി സി ആയിരുന്ന സമയത്ത് എപ്പോഴും ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു, ഒരേ ഡയറക്ഷനിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഇലക്ട്രോണിന്റെ ഡയറക്ഷനിൽ എന്തില്ല, ഒരു മാറ്റവും ഇല്ല. അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ എന്ത് തന്നെയായിരുന്നു, എപ്പോഴും സെയിം തന്നെയായിരുന്നു അല്ലെ, ഡി സിയുടെ കേസ് ആകുമ്പോൾ. നമ്മൾ എ സിയിലേക്ക് വരുന്ന സമയത്തുള്ള പ്രത്യേകത,
എ സി വോൾട്ടേജ് അല്ലെങ്കിൽ എ സി കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. അതിപ്പോൾ ശരിക്കും നമ്മൾ ഒരു പിന്നെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് ആലോചിച്ചാൽ മതി. ഒരു സിമ്പിൾ പെൻഡുലം ആകുമ്പോൾ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുക? നിങ്ങൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ടല്ലേ? ഇത് പെൻഡുലം ആണെങ്കിൽ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, ഇത് മൂവ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വെലോസിറ്റി ഈ പോയിന്റിൽ ഇതിനെ നമ്മൾ എക്സ്ട്രീം പൊസിഷൻ എന്നാണ് വിളിക്കാം. ഇതിനെ നമ്മൾ മെയിൻ പൊസിഷൻ എന്നാണ് പറയാം. ഇതിനെ നമ്മൾ എന്താ വിളിക്കാം? എക്സ്ട്രീം പൊസിഷൻ എന്നാണ് വിളിക്കാം. എക്സ്ട്രീം പൊസിഷനുകളിൽ ഇവിടെയും ഈ മൂവ് ചെയ്യുന്ന ബോബിന്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നാൽ ഫിക്സഡ് പൊസിഷനിൽ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പിന്നെ ഈ കറണ്ട് കാണാനുള്ള ഒരു ഫോർമുല നിങ്ങൾ കറണ്ടും അതുപോലെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പോ ആ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. I = N × A × E × VD എന്ന് പറയുന്ന ഒരു ഫോർമുല നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺ ആണ് അല്ല, ഇലക്ട്രോണിന്റെ ഫ്ലോ കാരണത്താൽ തന്നെയാണ് എ സിയും ഡി സിയും ഒക്കെ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ വി ഡിക്ക് എന്ന് പറയുന്നതിന് വാല്യൂ എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും കറണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യുക? ഡിസൈഡ് ചെയ്യപ്പെടുക അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പെൻഡുലത്തിന്റെ കേസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ മെയിൻ പൊസിഷൻ അഥവാ ഫിക്സഡ് പോയിന്റ്. ഇത് എക്സ്ട്രീം ആണ്, ഇതും എന്താണ്? എക്സ്ട്രീം ആണ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഈ പോയിന്റിൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഇവിടെയും വെലോസിറ്റി എത്രയാണ്? 0 ആണ്. എന്നാൽ ഈ പോയിന്റിൽ വെലോസിറ്റി എത്രയായിരിക്കും? ദാറ്റ് ഇസ് മാക്സിമം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ കാണുന്ന പെൻഡുലത്തിന്റെ ബോബ് മൂവ് ചെയ്യുന്നത് പോലെയായിരിക്കും ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന സർക്യൂട്ടിലൂടെ ഇനി ഫ്ലോ ചെയ്യുക. ഓക്കെ, എന്നുവെച്ചാൽ ഇലക്ട്രോൺ ആദ്യം എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും, പിന്നെ തിരിച്ചെന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. ആ ഒരു ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുക? ഈ കാണുന്ന മീൻസ് നമ്മൾ വൈബ്രേഷൻ എന്നാണ് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിതാ ഈ സർക്യൂട്ടിൽ ഈ താഴത്തേക്ക് അതിനെ വരയ്ക്കാം. ഈ സർക്യൂട്ടിൽ ഒരു ചെറിയ പോർഷൻ താഴത്തേക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, ഈ പോർഷൻ താഴത്തേക്ക് വരച്ചു. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉള്ളതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സങ്കല്പിക്കാം. ഓക്കെ, നമ്മൾ ഈ ബാറ്ററി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങോട്ടേക്ക് ഇതുവരെ മൂവ് ചെയ്യും. ഓക്കെ, അതിനുശേഷം തിരിച്ചിങ്ങോട്ട് വരും, പിന്നെ വീണ്ടും എന്ത് ചെയ്യും? ഈ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ ഇതാണ് രണ്ട് എക്സ്ട്രീം പോയിന്റുകൾ. ഇതാണ് ഇലക്ട്രോണിന്റെ ഫിക്സഡ് പോയിന്റ്. ആ ഫിക്സഡ് പോയിന്റ് ഇരുവശങ്ങളിലേക്കും ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ രീതിയിലാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ കേസിൽ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. എന്നാൽ ഡയറക്റ്റ് കറണ്ട് ആകുന്ന സമയത്ത് നമ്മൾ ഇത് ഡി സി സർക്യൂട്ട്, നേരത്തെ വരച്ച സർക്യൂട്ടിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോൺ എപ്പോഴും അങ്ങനെ ഡി സി ആണ് കൊടുക്കുന്നതെങ്കിൽ ഇലക്ട്രോൺ എപ്പോഴും ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. തിരിച്ച് ബാക്കിലേക്ക് എന്ത് ചെയ്യില്ല? അത് വരില്ല. എന്നാൽ എ സി സോഴ്സ് ആണ് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ കാണുന്ന പോലെ ഫോർവേഡ് ബാക്ക്വേർഡ് എന്ത് ചെയ്യും? അത് ജസ്റ്റ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബ് വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? പിന്നെ ഇത് രണ്ട് അല്ലെ, ഇതിവിടെയാണ് മാക്സിമം വെലോസിറ്റി ഉണ്ടായിരിക്കുക. വെലോസിറ്റി മാക്സിമം ഉള്ള ആ പോയിന്റിൽ കറണ്ട് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും അല്ലെ. ഇനി ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാന്ന് വെച്ചാൽ എന്തുണ്ടാവും? ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവും. അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും അല്ലെ? അത് അങ്ങോട്ടേക്ക് പോകുന്നതോറും എന്ത് ചെയ്യും? വെലോസിറ്റി ഇങ്ങനെ ഇവിടെ എത്തിയിട്ട് കുറഞ്ഞു വന്ന് ഇവിടെ എത്തുമ്പോൾ എന്തായിട്ട് മാറും? ഇറ്റ് ബിക്കംസ് 0 അല്ലെ. അപ്പോൾ വെലോസിറ്റി 0 ആകുന്ന സമയത്ത് കറണ്ടിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. പിന്നെ തിരിച്ചത് വീണ്ടും എന്ത് ചെയ്യാണ്? നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ടേക്ക് വരിക അല്ലെ. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താവും? മാക്സിമം ആവും. അപ്പൊ കറണ്ട് നെഗറ്റീവ് ഡയറക്ഷനിൽ എന്താവും? മാക്സിമം ആവും. പിന്നെ വീണ്ടും ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ ഭാഗത്തേക്ക് വരികയാണ്. ഇങ്ങോട്ടേക്ക് വരുന്നതോറും ഡ്രിഫ്റ്റ് വെലോസിറ്റി വീണ്ടും എന്ത് ചെയ്യും? കുറഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ ഇറ്റ് ബിക്കംസ് 0. അപ്പൊ വീണ്ടും കറണ്ടിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെലോസിറ്റി എത്രയാണ് അല്ലെ? 0. അപ്പോൾ കറണ്ട് എന്താണ്? 0. പിന്നെ ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതോറും അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും? കൂടി വരും. വെലോസിറ്റി കൂടുന്തോറും എന്ത് ചെയ്യും? കറണ്ടിന്റെ വാല്യൂ കൂടും. ഈ പോയിന്റിൽ എത്തുന്ന സമയത്ത് വെലോസിറ്റി എന്തായിട്ട് മാറുകയാണ്? മാക്സിമം ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്തായിട്ട് മാറും? മാക്സിമത്തിലെത്തും. ബിക്കോസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് മാക്സിമം. പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതോറും വെലോസിറ്റി വീണ്ടും എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഇവിടെ എത്തുന്ന വെലോസിറ്റി എന്തായിട്ട് മാറി? 0. അപ്പോൾ കറണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു വന്ന് അല്ലെ, വെലോസിറ്റി 0 ആകുന്ന സമയത്ത് കറണ്ട് എന്തായിട്ട് മാറും? 0. അപ്പൊ ഇതുവരെ മുഴുവൻ എങ്ങോട്ടേക്കാണ് പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് സൈഡിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ്? കറണ്ട് ആദ്യം 0 ആയിരുന്നു, പിന്നെ കറണ്ട് മാക്സിമം ആയി, അത് കഴിഞ്ഞാൽ വീണ്ടും കറണ്ട് എന്തായിട്ടുണ്ട്? 0 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? തിരിച്ച് ബാക്കിലേക്ക് വരികയാണ്. തിരിച്ച് ബാക്കിലേക്ക് വരുന്നതോറും എന്ത് ചെയ്യും? വെലോസിറ്റി വീണ്ടും കൂടും. നെഗറ്റീവ് ഡയറക്ഷൻ ആണ്, ഓർക്കണം, ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്.
ഇലക്ട്രോൺ ബാക്കിലേക്ക് വരുന്നതോറും വെലോസിറ്റി എന്ത് ചെയ്യും, കൂടി വരും. അപ്പൊ കറണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും, കൂടി വരും. ഈ പോയിന്റിൽ എത്തുമ്പോൾ കറണ്ട് ബിക്കംസ് മാക്സിമം, കാരണം ഇവിടെ വെലോസിറ്റി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും അല്ലെ. പിന്നെ വീണ്ടും ലെഫ്റ്റിലേക്ക് വരുന്നു, അവസാനം കറണ്ട് എന്തായിട്ട് മാറും, വീണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി 0 ആയിട്ട് മാറും ഈ പോയിന്റിൽ. അപ്പോൾ കറണ്ട് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഇലക്ട്രോണിന്റെ മോഷൻ ഇവിടെ എങ്ങനെയായിരിക്കും സർക്യൂട്ടിലൂടെ ഉണ്ടാവുക, അത് വൈബ്രേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാ പോയിന്റിലും എന്തുണ്ടാവും, ഈ പോയിന്റ് ഇലക്ട്രോൺ ഉണ്ടാവും. അതിനുശേഷം ഈ കാണുന്ന പോയിന്റ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ ഭാഗത്തും ഇവിടെ എന്തുണ്ടായിരിക്കും, ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. എല്ലാ ഇലക്ട്രോണുകളും അതിന്റെ ഇനീഷ്യൽ പൊസിഷന്റെ 2 ഭാഗത്തേക്കും എന്ത് ചെയ്യുക, വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുക. ഏതിന്റെ കേസിൽ, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആവുമ്പോൾ സംഭവിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോണിന്റെ കേസാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ പോയിന്റിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുവശങ്ങളിലേക്കും എന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്യും. അതുപോലെ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, അങ്ങോട്ടേക്കും ഓസിലേറ്റ് ചെയ്യും. ഇനി ഇവിടെ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, അങ്ങോട്ടേക്കും എന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്യും. ആ രീതിയിലാണ് നമ്മുടെ AC സോഴ്സിനെ നമ്മൾ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഇലക്ട്രോണുകളുടെ മോഷൻ. ഓക്കെ, നേരെ മറിച്ച് ഡയറക്റ്റ് കറണ്ട് ആണെങ്കിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുക, ദറ്റ് ഈസ് മൂവിങ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ AC-യിലേക്ക് എത്തുന്ന സമയത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് പെൻഡുലത്തിന്റെ മോഷൻ പോലെ തന്നെ അത് പോസിറ്റീവ് ആകും, മാക്സിമം ആകും അല്ലെ, പിന്നെ 0 ആകും, നെഗറ്റീവ്, മാക്സിമം ആകും. ആ ഓർഡറിലാണ് ആര് ഫ്ലോ ചെയ്യുക, AC കറണ്ട് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യാം. അപ്പൊ നമുക്ക് AC കറണ്ടിന്റെ ഗ്രാഫ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് വരച്ച് നോക്കിയാൽ ഐഡിയ മനസ്സിലാവും. ഞാനിത് ഇവിടെ ഈ സർക്യൂട്ട് ഇവിടുന്ന് മായ്ക്കാണ്. ഓക്കെ, അപ്പോ നമ്മളിവിടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ ടൈം എടുത്തു, പിന്നെ ഇവിടെയാണ് ഞാൻ കറണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ പോയിന്റിൽ കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. ഓക്കെ, സ്റ്റാർട്ടിങ് ഒറിജിൻ ആണ്. ഇനി നമുക്കറിയാം ഈ പെൻഡുലം മൂവ് ചെയ്യുന്ന കേസിൽ നമ്മൾ അതിന്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ ഈ പോയിന്റിലാകുന്ന സമയത്ത് വെലോസിറ്റി എത്രയാണ്, ഇലക്ട്രോണിന്റെ വെലോസിറ്റി എത്രയാ, 0. അപ്പൊ കറണ്ട് എത്രയാ, 0. അപ്പൊ ഗ്രാഫ് ഈ പോയിന്റിൽ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഇലക്ട്രോൺ ഇപ്പൊ ഇവിടെ ആയിരുന്നു കേട്ടോ. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതോറും വെലോസിറ്റി എന്ത് ചെയ്യും, കൂടി വരും. ഈ പോയിന്റ് ആണ് ഇത് ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ മെയിൻ പൊസിഷൻ എന്ന് പറയുന്ന സാധനം. അവിടെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്തായിട്ട് മാറി, മാക്സിമം ആയിട്ട് മാറി. അപ്പൊ കറണ്ട് എന്തായിട്ട് മാറും, മാക്സിമം. അപ്പൊ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതോറും കറണ്ട് എന്ത് ചെയ്യും, കൂടി വരും. കാരണം എന്താണ്, വെലോസിറ്റി എന്ത് ചെയ്യാണ്, സോറി ഈ ഭാഗമല്ല പറയുന്നത്, ഈ ഭാഗമാണ് പറയുന്നത്, മാറിപ്പോയതാണ്, സോറി. അതാ ഇവിടെ വെലോസിറ്റി എത്രയായിരുന്നു, 0 ആയിരുന്നു. അപ്പൊ കറണ്ട് എന്താണ്, 0. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്തോറും വെലോസിറ്റി എന്ത് ചെയ്യും, കൂടി വരും. ഈ പോയിന്റിൽ വെലോസിറ്റി എന്തായിട്ട് മാറും, മാക്സിമം ആയിട്ട് മാറും. അപ്പൊ കറണ്ട് എന്തായിട്ട് മാറും, മാക്സിമം ആയിട്ട് മാറും. ഓക്കെ, സോ കറണ്ട് ഇസ് ഗെറ്റിംഗ് മാക്സിമം ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ കറണ്ട് എന്ത് ചെയ്യാണ്, വിത്ത് റെസ്പെക്ട് ടൈം കറണ്ട് ഇസ് ഇൻക്രീസിംഗ് ആൻഡ് ദിസ് ഇസ് ദ മാക്സിമം പോയിന്റ്. അത് ഇവിടെ ഏതാണ് പോയിന്റ് വരിക, നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ മെയിൻ പൊസിഷൻ ആയിരിക്കും. വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്തായിട്ട് മാറാണ്, മാക്സിമം ആയിട്ട് മാറും. അതിനുശേഷം പിന്നെന്താ സംഭവിക്കുക, പിന്നെ ഇലക്ട്രോൺ ഇതാ റൈറ്റിലേക്ക് വീണ്ടും മൂവ് ചെയ്യാണ്. റൈറ്റിലേക്ക് പോകുന്നതോറും വെലോസിറ്റി എന്തായിട്ട് മാറാം, കുറഞ്ഞു വരും അല്ലെ, ആൻഡ് ഫൈനലി ബിക്കംസ് 0. അപ്പൊ അതുപോലെ കറണ്ട് എന്ത് ചെയ്യണം, അതിന്റെ വാല്യൂ കുറഞ്ഞു വന്ന് ബിക്കംസ് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏത് ഡയറക്ഷൻ ആണ്, പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ ഇവിടുന്ന് ഇതുവരെ എന്ത് ചെയ്തു, മൂവ് ചെയ്തു. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, ഇല്ലല്ലോ. ഇവിടുന്ന് ഇവിടെ എത്തിയാൽ പകുതിയല്ലേ ആയിട്ടുള്ളൂ, നമ്മുടെ പകുതി കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, തിരിച്ച് ബാക്കിലേക്ക് തന്നെ വരണം. അപ്പൊ തിരിച്ച് ബാക്കിലേക്ക് വരുമെന്ന് പറയുമ്പോൾ ഇവിടെ വാല്യൂ എത്രയാണ്, വെലോസിറ്റി 0, കറണ്ട് എന്താണ്, 0. ബാക്കിലേക്ക് വരുന്നതോറും എന്ത് ചെയ്യും, വീണ്ടും വെലോസിറ്റി എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഈ പോയിന്റ് എത്തുമ്പോൾ വെലോസിറ്റി എന്തായിട്ട് മാറും, വീണ്ടും മാക്സിമം ആയിട്ട് മാറും. അപ്പൊ കറണ്ട് അഗൈൻ ബിക്കംസ് മാക്സിമം. സോ ഇറ്റ് വിൽ മൂവ് ലൈക്ക് ദിസ് അല്ല, നെഗറ്റീവ് ഡയറക്ഷൻ. ഈ വാല്യൂ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം കേട്ടോ. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതെന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അഗൈൻ വെലോസിറ്റി ഡിക്രീസസ് ആൻഡ് ഫൈനലി ബിക്കംസ് 0. സോ കറണ്ട് ആൾസോ ഡിക്രീസസ് ആൻഡ് ഫൈനലി ബിക്കംസ് 0 ലൈക്ക് ദിസ്. ഓക്കെ, ഈ രീതിയിലാണ് ഏത് കറണ്ട് ഫ്ലോ ചെയ്യുക, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നതിന്റെ നോക്കിയേ, അതിന്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ ഡയറക്ഷനും ഒക്കെ ഓരോ പോയിന്റിലും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പോ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് 0. ഇവിടെ എത്തുമ്പോൾ എന്തായിട്ട് മാറും, മാക്സിമം അല്ലെ. ഇതാണ് ആ മാക്സിമം വാല്യൂ വരിക.
ഓക്കെ, അതിന് നമ്മൾ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് എന്ന് നേരത്തെ എ സി ജനറേറ്റർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വോൾട്ടേജ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്നാണ് പറയുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, കറണ്ട് വീണ്ടും ടൈമിനനുസരിച്ചുള്ള കറണ്ട് വീണ്ടും ഡിക്രീസ് ചെയ്ത് ഇറ്റ് ബിക്കംസ് 0. അതിനുശേഷം പിന്നെ കറണ്ട് വീണ്ടും എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും, ബട്ട് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പൊ ആ സമയം ഇലക്ട്രോൺ ലെഫ്റ്റിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ വീണ്ടും കറണ്ട് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഇപ്പൊ ഇതൊരു ഫുൾ സൈക്കിൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. ഒരു 1 സൈക്കിൾ ഓഫ് എ സി കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം, ഇലക്ട്രോൺ അല്ലെ അതിന്റെ ഈ ഫിക്സ് മീൻസ് ഈ പോയിന്റ് പേരെന്താ പറയാ, എക്സ്ട്രീം പോയിന്റ് അല്ലെ. എക്സ്ട്രീം പോയിന്റ് നിന്ന് അടുത്ത എക്സ്ട്രീം പോയിന്റിലേക്ക് എത്തി തിരിച്ച് വീണ്ടും ആ എക്സ്ട്രീം പോയിന്റിൽ തന്നെ തിരിച്ചെത്തുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഒരു സൈക്കിൾ ഓഫ് എ സി എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ ഇഷ്ടംപോലെ സൈക്കിൾസ് ഉണ്ടായിരിക്കും. ഈ ഗ്രാഫിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ 10th പഠിച്ചിട്ടുണ്ടായിരിക്കും, 10th 9th പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ വെറുതെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് മനസ്സിലാക്കുക എന്ന് മാത്രം അത്രയേ ഉള്ളൂ. അപ്പൊ ഇലക്ട്രോണിന്റെ ഈ വൈബ്രേഷൻ ആണ് സർക്യൂട്ടിലൂടെ സംഭവിക്കുക എന്ന് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. ഓക്കെ, ഇതിന്റെ കേസ് ആണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ. ഓക്കെ, ഡി സി ആണെങ്കിൽ അത് ഒരേ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അത് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി 1 mm/s ആണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, റൈറ്റ്. അപ്പോ ഇനി ഞാൻ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ പറയാനുണ്ട്, അതിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഓർഡറിൽ ആണ് നമ്മുടെ എ സി കറണ്ട് കിട്ടുക. അപ്പൊ നമ്മള് ഡി സിക്കുള്ള ഡെഫിനേഷൻ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡി സി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ കറണ്ട് വിച്ച് ഡു നോട്ട് ചേഞ്ച് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എ സിക്ക് എങ്ങനെയാണ് ഡെഫിനേഷൻ പറയാ, അപ്പൊ ഇറ്റ് ഇസ് ദ കറണ്ട് വിച്ച് ചേഞ്ചസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി വിത്ത് ടൈം. ടൈമിനനുസരിച്ച് അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് മാറുകയാണെങ്കിൽ അത്തരം കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അതാണ് വ്യത്യാസം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ ഗ്രാഫിക്കലി ഇങ്ങനെ കാണിക്കും. ഡയറക്റ്റ് കറണ്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെ കാണിക്കുക, ഇവിടെ നമ്മൾ ടൈം എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് കറണ്ട് ആണെങ്കിൽ എപ്പോഴും ഈ രീതിയിലായിരിക്കും നമ്മുടെ ഗ്രാഫ് കിട്ടുക. ഇത് ഡി സി ആണ്, ഇത് ഏതാണ്, എ സിയുമായിരിക്കും. ഓക്കെ, എ സി ആകുമ്പോൾ അനുനിമിഷം ഓരോ നിമിഷത്തിലും ഡയറക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഡി സി ആണെങ്കിൽ എല്ലായ്പ്പോഴും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒക്കെ തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പ്രത്യേകത. ദാറ്റ് മീൻസ് ഡയറക്ഷൻ മാറുന്നില്ല, മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നില്ല, അതിന്റെ സ്ഥിരം വാല്യൂ തന്നെ ആയിരിക്കും, അതിൽ മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഗിവൺ സർക്യൂട്ടിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മളിപ്പം ഇതിപ്പോ ഈ രീതിയിൽ പറഞ്ഞുവെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഇതിന്റെ ഇക്വേഷൻസ് വേണം. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെയും ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെയും ഒക്കെ കാണിക്കുന്ന ഇക്വേഷൻ ഏതാണെന്ന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ എ സി ജനറേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എ സി ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ് ഇത്, എ സി ജനറേറ്റർ അല്ലെ. എങ്ങനെയാണ് നമ്മൾ എ സി ഉണ്ടാക്കുക നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. ഒരു നമ്മുടെ കോയിൽ ഉണ്ടായിരുന്നു, റെക്ടാങ്കുലർ ഷേപ്പുള്ള കോയിൽ, അത് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യണം, ഇങ്ങനെ കടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ആ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ കോയിലിന്റെ അറൗണ്ടിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുകയും ആ കോയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ കിട്ടുന്ന വോൾട്ടേജ് ആയിരുന്നു അല്ലെങ്കിൽ കറണ്ട് ആയിരുന്നു ഏത്, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അതിന്റെ ഗ്രാഫ് ഈ രീതിയിലാണ് നമ്മൾ ആ ടോപ്പിക് എടുക്കുമ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഇക്വേഷനിലേക്ക് പോകണം. അപ്പൊ നമുക്കിനി ഡി സി വേണ്ട, ഡി സിയെ നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കറണ്ട് ആയിട്ടാണ് വരച്ചിട്ടുള്ളത് കേട്ടോ, ഇവിടെ ടൈം ആയിരിക്കും ഉണ്ടാവുക. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വോൾട്ടേജ് ആയിട്ട് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അത് വോൾട്ടേജിന്റെ ഗ്രാഫായിട്ട് മാറും. ഗ്രാഫിന്റെ വാല്യൂസിലൊക്കെ വ്യത്യാസം വരും. ഞാൻ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ഒന്നായിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അത് നമുക്ക് കിട്ടുന്ന ഇക്വേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഗ്രാഫുകളുടെ മാഗ്നിറ്റ്യൂഡും ഒക്കെ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യപ്പെടുക. ഓക്കെ, ഇനി അപ്പൊ നമ്മളിപ്പം ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. V = V0 sin ωt എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് എ സി വോൾട്ടേജ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് എ സി കറണ്ട് എങ്ങനെ നമ്മൾ എഴുതിയിട്ടുള്ളത്, ദാറ്റ് ഈസ് I = I0 sin ωt. ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതിൽ നോക്കിയേ, ഈ വോൾട്ടേജ് അല്ലെ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കറണ്ടും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇവിടെ ടൈം മാറിക്കഴിഞ്ഞാൽ ωt എന്ന് പറയുന്ന ആംഗിൾ എന്താവും, ചേഞ്ച് ആവും. അപ്പൊ സൈനിന്റെ വാല്യൂസ് മാറും, അതിനനുസരിച്ച് വോൾട്ടേജും എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് ഐഡിയ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ ഈ V എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ്.
V0 എന്താണ്? അതാണ് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്. ഓക്കെ, ഞാൻ ആദ്യം ഇത് വെച്ചിട്ട് പറയാം, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കറണ്ടിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാം. അപ്പൊ നോക്കിക്കോളൂ, ഇപ്പൊ ഇതാണെങ്കിൽ ഇപ്പോ നമ്മൾ ഈ കാണുന്ന ഗ്രാഫ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ ഞാൻ വോൾട്ടേജ് എടുത്തിട്ടുണ്ട്, വോൾട്ടേജ്. ഓക്കെ, ഇനി ഇതിൽ ഏതാണ് പീക്ക് വാല്യൂ വരിക? നോക്കിയാൽ ഇവിടെ വോൾട്ടേജ് എത്രയാണ്? 0 ആയിരിക്കും അല്ലെ. ഇവിടെ കൂടി കൂടി വരും, ഇവിടെ എത്തുമ്പോഴല്ലേ പീക്ക് മാക്സിമം വോൾട്ടേജ് കിട്ടുക. അപ്പോ ഈ കാണുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു വോൾട്ടേജ് വരില്ലേ, ആ വോൾട്ടേജ്, ഈ പോയിന്റിൽ വരുന്ന ആ വോൾട്ടേജിന്റെ പേരാണെന്ത്? V0. അതാണ് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്. ഓക്കെ, അതിവിടെ വരുമ്പോ ഇതാണ് ആ വാല്യൂ വരിക. ഇതാകുമ്പോ -V0 എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കിട്ടേണ്ടത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, നമ്മളിതാ ഈ V എന്ന് പറയുന്ന വാല്യൂ എങ്ങനെയാണ് ഈ ഗ്രാഫ് പ്രകാരം, ഈ ഗ്രാഫും ഈ ഇക്വേഷനും മാച്ചിങ് ആണോ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നോക്കിയേ, ഈ കാണുന്ന പോയിന്റിലെ വോൾട്ടേജ് എത്രയാ വരേണ്ടത്? ഇറ്റ് ഷുഡ് ബി 0 അല്ല, 0 വരണം. അതെങ്ങനെയാ വരാൻ നോക്കിക്കോളൂ. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു ഫുൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ സൈക്കിൾ ഓഫ് AC കിട്ടണമെങ്കിൽ നമ്മുടെ ആർമേച്ചർ കോയിൽ എന്ത് ചെയ്യണം? ആദ്യം ഈ പൊസിഷൻ നിൽക്കും, ആംഗിൾ 0 ഡിഗ്രി, പിന്നെ 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, ഒന്നും കൂടെ തിരിഞ്ഞാൽ എന്തായിട്ട് മാറും? 360 ഡിഗ്രി ആയിട്ട് മാറും അല്ലെ. ഈ ഓർഡറിലാണ് എന്ത് ചെയ്യുക? അത് റൊട്ടേറ്റ് ആവുക. അപ്പൊ നോക്കിയേ, ഈ പോയിന്റിൽ നിൽക്കുന്ന സമയത്ത്, അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഇവിടെ ടൈമിന് പകരം ആംഗിൾ ആയിട്ട് മാർക്ക് ചെയ്യുന്നു കേട്ടോ, ω t, കാരണം നമുക്ക് ഇവിടെ ആംഗിൾ ആണുള്ളത്. സൈനിന്റെ വാല്യൂസ് എല്ലാവർക്കും അറിയാം. ഇപ്പോ സൈൻ 0 എത്രയാണ്? 0 ആണ്. സൈൻ 90 എത്രയാ? 1 ആണ്. സൈൻ 180 എത്രയാണ്? 0. സൈൻ 270 ആകുമ്പോൾ -1. സൈൻ 360 ആകുന്ന സമയത്ത് 0. ഇതാണ് സൈനിന്റെ വാല്യൂസ് എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ നമ്മളെ ആർമേച്ചർ കോയിൽ ആദ്യം നിൽക്കുന്നത് എങ്ങനെയാണ് അല്ലെ? AC ഉണ്ടാവുന്ന കേസാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആംഗിൾ എത്രയാ? 0. അപ്പൊ ആംഗിൾ 0 എന്ന് വെച്ചാൽ ω t എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാ വരാ? 0 വരും അല്ലെ. ω t യുടെ സ്ഥാനത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് 0 കൊടുത്താൽ, അപ്പോ സൈൻ 0 എത്രയാ വരാ? 0. അപ്പൊ നമ്മുടെ ഇക്വേഷൻ്റെ ആയിട്ട് മാറുക V = V0 × 0. സൈൻ ω t വാല്യൂ എത്രയാണ്? 0. അപ്പൊ V0 × 0 ഇതിൽ ആൻസർ എന്താ കിട്ടുക? 0. അപ്പൊ ആ പോയിന്റിലെ നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്താ വരാ? 0. ഓക്കെ, ആൻസർ എന്താ വരാ? 0. ശരിയാണല്ലോ. ഇനി എന്ത് ചെയ്യുന്നു? നമ്മുടെ കോയില് 0 ആംഗിളിൽ നിന്നും 90ലേക്ക് പോവാണ്. 90ലേക്ക് പോകുന്ന പറയുമ്പോൾ 0ൽ നിന്ന് 1 2 3 4 5 6 അങ്ങനെ പോയിട്ടാണ് എവിടെ എത്തുക? 90ലേക്ക് എത്തുക. അപ്പോൾ ആ സൈനിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടി കൂടി വരും. സൈൻ 90 ഡിഗ്രി ആകുന്ന സമയത്ത് വാല്യൂ എന്തായിട്ട് മാറും? സൈനിന്റെ മാക്സിമം വാല്യൂ ആയിട്ടുള്ള 1ലേക്ക് എത്തും. അപ്പൊ എന്താ കിട്ടുക? നമുക്ക് ω t എന്തായിട്ട് മാറും. അപ്പൊ ഇവിടെ നമ്മുടെ ആംഗിൾ 0 ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ പോയിന്റിലേക്കാണ് പോകുന്നത്. ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ സൈൻ ω tക്ക് 90 കൊടുത്താൽ സൈൻ 90 = 1. അപ്പോൾ V = V0 × 1. ആൻസർ ഇസ് വാട്ട്? V0. നോക്കിയേ, 90 ഡിഗ്രിയിൽ വോൾട്ടേജ് ബിക്കംസ് ദ മാക്സിമം പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്. ഓക്കെ, അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മുടെ ആർമേച്ചർ കോയിൽ റൊട്ടേറ്റ് ചെയ്യാണ്. ഇനി എവിടേക്കാ പോവാ? 180 ഡിഗ്രിയിലേക്ക് പോകും. അപ്പോൾ ഈ കാണുന്ന പോയിന്റ് അല്ലേ 180 വരിക. 180ലേക്ക് എത്തുന്ന സമയത്ത് അഗെയിൻ ഇറ്റ് ബിക്കം 0. സോ V = 0. ഓക്കെ, അപ്പോ ഗ്രാഫ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ പോയിന്റിൽ എത്രയാണ് ആംഗിൾ വരിക? ദാറ്റ് ഇസ് 270. 270 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലെ വോൾട്ടേജ് എന്താ കിട്ടേണ്ടത്? -V0 കിട്ടണം. കിട്ടൂലേ? പകരം സൈൻ 270 ആൻസർ എന്താ വരിക? -1. അപ്പൊ -1 × V0 ആൻസർ ഇസ് വാട്ട്? -V0. കറക്റ്റ് അല്ലേ? ഓക്കെ, അതിനുശേഷം ഇതിലേക്ക് പോകും. ഇനി 360ലേക്കാണ് പോകുക. 360 ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ സൈൻ 360 അല്ലെ. ω tക്ക് 360 കൊടുത്താൽ മതി. അപ്പൊ സൈൻ 360 0. 0 × V0. Vന്റെ ആൻസർ എന്താ കിട്ടുക? ഇറ്റ് അഗെയിൻ ബിക്കംസ് 0. ഓക്കെ, അപ്പൊ ഈ ഓർഡറിലാണ് നമ്മുടെ 1 സൈക്കിൾ ഓഫ് ACയെ നമ്മൾ ഗ്രാഫിക്കലി കാണിക്കുക. അപ്പൊ നോക്കിയാൽ നമ്മൾ ടൈം മാറുകയാണ് ചെയ്യാം. ടൈം മാറുന്നതിനനുസരിച്ച് ω tയിൽ മാറ്റം വരും. ω tയിലെ മാറ്റം ഒരു സൈക്കിളിൽ 0 to 360 വരെയാണ് വരിക. അപ്പൊ നമ്മുടെ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ വാല്യൂ എന്ത് ചെയ്യാണ്? മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടേയിരിക്കുന്നു. ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടേയിരിക്കുന്നു. ഡയറക്ഷനിലെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ നമ്മൾ ഗ്രാഫിക്കലി എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. അതിന് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ?
നേർ പഠിപ്പിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും കാര്യങ്ങൾ. കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ വിക്ക് പകരം ഐ നാക്കി കൊടുത്താൽ മാത്രം മതി. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അവിടെ I = I0 sin ω t അല്ലേ. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തല്ലേ I = I0 sin ω t ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഈ പോയിന്റ് എന്തായിട്ട് മാറും, ഈ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആയിട്ട് അല്ലെ. പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ് ഇത്, നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട്. അപ്പൊ ഈ കറണ്ടും ഈ ആംഗിളും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഗ്രാഫിന്റെ സൈസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, വാല്യൂസ് വ്യത്യാസം ഉണ്ടാവും. വോൾട്ടേജും കറണ്ടും ഒരേപോലെ, ഷേപ്പ് ഒരേപോലെ ആണെങ്കിലും വാല്യൂസ് ഒക്കെ എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ തൽക്കാലം അവിടെ കാണിച്ചിട്ടില്ല. നമുക്ക് ഇതിൽ ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അതിനകത്ത് നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് AC ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. ഇത്രയും കാര്യത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ കറണ്ട് which do not change its magnitude and direction with respect to time. ഇനി AC ആണെങ്കിലോ ഇറ്റ് ഈസ് ദ കറണ്ട് which changes its direction and magnitude continuously with time. ഓക്കെ, അപ്പോൾ ഇതാണ് വ്യത്യാസം. അക്കാര്യം നമ്മൾ മനസ്സിലാക്കുക. കൂട്ടത്തിൽ നമ്മൾ AC-യുടെ ഫ്രീക്വൻസി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ നമ്മുടെ ഇലക്ട്രോൺ ഓസിലേറ്റ് ചെയ്യുന്ന കേസ് പറഞ്ഞു അല്ലെ. ഇലക്ട്രോൺ ഒരു തവണ ഓസിലേറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു സൈക്കിൾ നമുക്ക് കിട്ടുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. 360 ഡിഗ്രി അല്ലെങ്കിൽ നമ്മുടെ ആർമേച്ചർ കോയിൽ എന്ത് ചെയ്യണം, ഒരു തവണ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഒരു സൈക്കിൾ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഫ്രീക്വൻസി ഓഫ് AC എന്ന് പറയുന്ന സാധനത്തെ കുറിച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. അപ്പോ ഫ്രീക്വൻസി നമുക്കിവിടെ F എന്നുള്ള സിമ്പലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ന്യൂ എന്നുള്ള സിമ്പലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് ഫ്രീക്വൻസി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുമ്പം ഒരു സെക്കൻഡിൽ എത്ര തവണയാണ് നമ്മുടെ ആർമേച്ചർ കോയിൽ കറങ്ങുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര തവണയാണ് നമ്മുടെ ഇലക്ട്രോണ് വൈബ്രേറ്റ് ചെയ്യുക. ആ എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഫ്രീക്വൻസി. അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഇതുപോലെയുള്ള എത്ര സൈക്കിളുകളായിരിക്കും ഫോം ചെയ്യുക, അതാണ് ഫ്രീക്വൻസി ഓഫ് AC. അപ്പൊ എന്താണ് ഫ്രീക്വൻസി ഓഫ് AC എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് നമുക്ക് കിട്ടും. പറയാലോ, ഒരു സൈക്കിൾ കിട്ടണമെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണം, ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം അല്ലെ. എക്സ്ട്രീം പോയിന്റ് ടു എക്സ്ട്രീം പോയിന്റ്, ദെൻ അഗെയിൻ റിട്ടേണിംഗ് ബാക്ക് ടു ദ എക്സ്ട്രീം പോയിന്റ്. അപ്പോഴാണ് എന്തായിട്ട് മാറുക, ഒരു സൈക്കിൾ കിട്ടുക. അല്ലെങ്കിൽ നമ്മുടെ ജനറേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർമേച്ചർ കോയിൽ എന്ത് ചെയ്യണം, ഒരു തവണ കറങ്ങണം, 360 ഡിഗ്രി കറങ്ങണം. അപ്പോഴാണ് ഒരു സൈക്കിൾ കിട്ടുക. ഇങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിളാണ് കിട്ടുക, ആ എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തില് AC-യുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. എത്രയാണ്? 50 ഹെർട്സ് ആണ്. ഓക്കെ, നമ്മളിതിന്റെ വോൾട്ടേജ് ആയിട്ട് 230 വോൾട്ട് ആണ് കൊടുക്കുക. 230 വോൾട്ട് 50 ഹെർട്സ്. ചില CBSE ബുക്കുകളിലൊക്കെ 220 വോൾട്ട് 50 ഹെർട്സ് എന്നും കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് മൈൻഡ് ചെയ്യേണ്ട. ആ ഫ്രീക്വൻസി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി ഓഫ് AC ഇൻ ഇന്ത്യ. എന്താ അതിന്റെ മീനിങ്? അപ്പോൾ ഒരു സെക്കൻഡിൽ ഇതുപോലെയുള്ള എത്ര സൈക്കിൾസ് ഉണ്ടാവും? 50 സൈക്കിൾസ് ഉണ്ടാവും. ഓക്കെ, ഇതൊരു ഹാഫ് സൈക്കിൾ, ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറാണ്, 1 കംപ്ലീറ്റ് സൈക്കിൾ ആയിട്ട് മാറാണ്, 1 സൈക്കിൾ ഓഫ് AC ആയിട്ട് മാറാണ്. ഇതുപോലെയുള്ള എത്ര എണ്ണം വരയ്ക്കണം? 50 എണ്ണം വരയ്ക്കണം ഗ്രാഫില്. അപ്പോഴാണ് ഇന്ത്യയിലുള്ള AC-യുടെ ഫ്രീക്വൻസി ആവും. ഓക്കെ, ഇത് വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാര്യം ഒരു സെക്കൻഡിൽ എത്ര തവണ ഇലക്ട്രോൺ വൈബ്രേറ്റ് ആവണം? 50 തവണ 50 ഓസിലേഷൻ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി ഓഫ് AC ഇൻ ഇന്ത്യ എത്രയാണ് വരിക? ദാറ്റ് ഇസ് 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ 50 ഫുൾ സൈക്കിൾസ് എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇലക്ട്രോൺ ആണെങ്കിൽ 50 തവണ ഓസിലേറ്റ് ചെയ്യണം. നമ്മുടെ ആർമേച്ചർ കോയിൽ ആണെങ്കിൽ 50 റൊട്ടേഷൻ എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആ ഓർഡറിലാണ് ഇന്ത്യയിൽ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നതെന്നും കൂടെ ഇതിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഭാഗം നമുക്ക് ഈ ചാപ്റ്ററിലേക്കുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടാണ്. പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി AC-യുടെ തന്നെ AC-നെ എങ്ങനെയാണ് മെഷർ ചെയ്യാന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. DC-യെ മെഷർ ചെയ്യാൻ നമുക്ക് അറിയാം,
ഡി സി വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ട് മീറ്റർ ഉണ്ട്, പിന്നെ ഡി സി കറണ്ട് ആണെങ്കിൽ ആ മീറ്റർ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യും. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ AC മെഷർ ചെയ്യുക, അത് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് RMS വോൾട്ടേജ് എന്നും RMS വാല്യൂ ഓഫ് കറണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.